അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത വെഗയുടെ എഡ്ജ് എന്ന് പറയുന്നൊരു മോഡൽ ഹെൽമെറ്റാണിത്. നമ്മുടെ വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല എങ്കിലും നമുക്ക് നല്ലൊരു ബ്രാൻഡ് വേണം, ഒരു അത്യാവശ്യം ലുക്കുള്ളൊരു ഹെൽമെറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഹെൽമെറ്റ് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം തന്നെ നല്ല റിവ്യൂവും നല്ല റേറ്റിംഗും ഉള്ളൊരു ഹെൽമെറ്റാണിത്. ഞാൻ ഇഷ്ടംപോലെ ഹെൽമെറ്റ് നോക്കിയായിരുന്നു, എല്ലാം നോക്കിയിട്ടാണ് ലാസ്റ്റാണ് ഇത് ചൂസ് ചെയ്തത്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നല്ല റേറ്റിംഗ് റിവ്യൂ ഉള്ള നല്ല ഹെൽമെറ്റ് ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്ത് പോയായിരുന്നു. പിന്നെ ഞാൻ ഷോപ്പിൽ പോയായിരുന്നു, ഞാൻ പല ഹെൽമെറ്റിൻ്റെ ഷോപ്പുകളിലും പോയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് കടകളിലെക്കാട്ടിയും ഏറ്റവും ലാഭം നമുക്ക് ഫ്ലിപ്കാർട്ടും ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും. എനിക്ക് നല്ല പ്രൈസ് ഡിഫറൻസ് എനിക്ക് തോന്നി, ഒരു 300-400 വെച്ച് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുന്നതും ഫ്ലിപ്കാർട്ടിൽ കൂടെയൊക്കെ മേടിക്കുന്നതും. പിന്നെ ഈ ഒരു മോഡൽ, അതായത് വെഗയുടെ എഡ്ജ് എന്ന മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെഗയുടെ തന്നെ ക്ലിഫ് എന്ന് പറയുന്നൊരു മോഡൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. പക്ഷേങ്കിൽ അതിനും ഇതുപോലെ തന്നെ നല്ല റേറ്റിങ്ങും നല്ല കസ്റ്റമർ റിവ്യൂ ഉള്ള ഹെൽമെറ്റായിരുന്നു. എനിക്ക് ഏതെടുക്കണമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു. വേറൊന്നുമല്ല, അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ലുക്ക് ഇതിനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ സ്റ്റഡ്സിൻ്റെയും സ്റ്റീൽ ബേഡിൻ്റെയൊക്കെ ഹെൽമെറ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. സ്റ്റഡ്സിൻ്റെ ഒരു നോർമൽ ടൈപ്പ് ഹെൽമെറ്റ് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ചുകൂടെ പൊങ്ങി പോകുന്നതുകൊണ്ട് നമ്മളതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വെഗ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ സാധനം കിട്ടി. ഇതിന് എത്ര പൈസയായെന്നൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും, ഏതൊരു സാധനത്തിനാണെങ്കിലും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കാണും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് കാണും. എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ കാണും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈസൊക്കെ മീഡിയം സൈസ്, ലാർജ് സൈസൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില മോഡലൊക്കെ സ്മോൾ സൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെഡ് സൈസ് എത്രയാണോ അതൊന്ന് അളന്നിട്ട് അതിൻ്റെ കറക്റ്റ് സൈസ് വരുന്ന നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സൈസ് മീഡിയം ആണോ ലാർജ് ആണോ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് വെച്ചൊക്കെ നോക്കാൻ പറ്റും. ഇത് ഓൺലൈനാകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ട് വരുന്നതാണ് സാധനം. അത് പിന്നെ നമുക്ക് ചേരുന്നില്ലെങ്കിൽ പിന്നെ റിട്ടേൺ ഒക്കെ പോയിട്ട് ടൈം ആവും. അതുകൊണ്ട് നിങ്ങളുടെ ഹെഡ് സൈസ് കറക്റ്റായിട്ട് അളന്നിട്ട് അതിന് പറ്റുന്ന ആ ഒരു ഇഞ്ചിൻ്റെ ടൈപ്പുള്ള മീഡിയം സൈസാണോ ലാർജ് സൈസാണോ എന്നൊക്കെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺലൈനായിട്ട് ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഒരു കയ്യിൽ ഞാൻ ഫോൺ ക്യാമറ അടിച്ചേക്കുവാണ്, മറ്റേ കൈ കൊണ്ട് മാത്രമേ അൺബോക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനായിട്ടുള്ളൊരു വശക്കുറവുണ്ട്. ഒരു കവറിനകത്താണ് ഹെൽമെറ്റ് വന്നിരിക്കുന്നത്. വെഗയുടെ ലേബൽ പതിപ്പിച്ച ഒരു കവറിനകത്ത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് ചുമ്മാ പറയുന്നതൊന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വാല്യൂ ഫോർ മണി, എല്ലാം കൊണ്ടും ടോപ്പ് സാധനം. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. ബെസ്റ്റ് ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. എല്ലാം കൊണ്ടും, പുറത്തെ മെറ്റീരിയൽ ആണെങ്കിലും ഈ ഗ്ലാസ് ആണെങ്കിലും ഇതിനകത്തെ പുഷനാണെങ്കിലും എല്ലാം നൈസായിട്ടുണ്ട്. ഇതിന് എയർ വിൻഡോ പോലെ, അത് എയർ പാസ് ചെയ്യാനായിട്ടൊരു ചെറിയ വിൻഡോ പോലെ നമുക്ക് ഫ്രണ്ടിൽ 2 സ്ഥലത്തും ബാക്കിലായിട്ട് ഒരു സ്ഥലത്തും കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഇത് പിന്നെ എടുത്ത് പറയാനുള്ള ഡിസൈനാണ്, പോളി ഡിസൈൻ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് നോർമൽ ഒരു മോഡൽ, അതും നല്ലൊരു ബ്രാൻഡ് സാധനം തന്നെ, നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണമെങ്കിൽ തീർച്ചയായിട്ടും വെഗയുടെ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഈ നോർമൽ ടൈപ്പ് പോലത്തെ ഒരു ഹെൽമെറ്റ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ ഉണ്ട്. ഏത് മോഡലാണെന്ന് എനിക്കറിയില്ല, ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഹെൽമെറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും ക്വാളിറ്റി എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഡിസൈനിലായിക്കോട്ടെ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയിലായിക്കോട്ടെ എല്ലാം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു വെഗയുടെ ഈ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുത്തു പറയാനാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഫസ്റ്റ് തന്നെ പറയണം. പിന്നെ ഈ ഒരു ഡിസൈൻ, പിന്നെ ഒരു പക്ക ഫിനിഷിങ്ങിലാണ്. അതായത് എല്ലാത്തിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഹെൽമെറ്റാണിത്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം മാത്രമേ ഇത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ, ഒറ്റ കാര്യം മാത്രം. അതായത് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, കഴുത്തിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്, ആ ഒരു ബെൽറ്റിന് കുറച്ച് നീളം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബെൽറ്റിന് കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, എങ്കിലും കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.